ഓൾറെഡി പ്ലേസ്ഡ് ആണ് ഇപ്പോ. സന്തോഷമുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് നമുക്ക് ക്രസന്റിൽ വന്നിട്ട് കോഴ്സ് എടുക്കാം. പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും വിരത്തിൽ വരാം. അവർക്ക് ഏറ്റവും നന്നായിട്ട് പാഠ്യഭാഗങ്ങൾ മനസ്സിലാകത്തക്ക വിധത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ടാൻഡത്തിന്റെ ക്ലാസ്. 6ന്റെ 7ന്റെ ഒന്നും അറിയാത്ത 10ാം ക്ലാസ്സിലെ പണ്ട് നമുക്കറിയാം അടി കിട്ടിയിട്ട് 10ഉം 16 വരെ പഠിച്ചിരുന്നു. ഇന്ന് അടിച്ച പ്രശ്നം 101 നായത്തോട് എന്തൊക്കെ ചൈൽഡ് ലൈനിലൊക്കെ വിളിച്ചു പറയണം. അതുകൊണ്ട് അധ്യാപകർ എന്താ ഒരിക്കലും ഒന്നിനും നിൽക്കുന്നില്ല. പക്ഷെ അടി എന്നുള്ള സംഭവമല്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് OG ടാൻഡം ട്യൂഷൻ സെന്റർ കല്ലിങ്ങൽപ്പറമ്പിലപ്പോൾ ഞാനുള്ളത്. അതിന്റെ MD സമീർ KP ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ സാർ ഇതിനെക്കുറിച്ച് ഒന്ന് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സമീർ KP. ഞാൻ കുറുക വയസ്സമ്പടിയാണ് പോയത്. എൻ്റെ സ്വപ്നം നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ UP തലം മുതൽ തന്നെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പല കുട്ടികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണം പലതും, അതായത് കണക്ക് കൂട്ടാനോ ഇംഗ്ലീഷ് വായിക്കാനോ ഇവൻ പേരെഴുതാൻ പോലും പല വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല. അതിന് ഒരു ശാശ്വത പരിഹാരം നൽകിക്കൊണ്ട്, അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട്, കുട്ടികളുടെ മനസ്സിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അവരുടെ അന്തർലീനമായ കഴിവുകൾക്ക് അനുസൃതമായിക്കൊണ്ട് അവർക്ക് ഏത് കോഴ്സിന് പോകണം, 10ാം ക്ലാസ് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കാരണം എൻ്റെ ഉപ്പയൊക്കെ വളരെ സജീവമായി കൊണ്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ട് നമുക്ക് നാടിനും സേവനം നൽകാൻ സാധിച്ചു, അതുപോലെ സമൂഹത്തിനും നൽകാൻ സാധിച്ചു. അതുപോലെ എൻ്റെ നാട്ടുകാരും രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ OG ടാൻഡം എന്നറിയപ്പെടുന്ന ട്യൂഷൻ സെന്റർ നമ്മുടെ കല്ലിങ്ങൽപ്പറമ്പ് സ്കൂളിന് സമീപം തുടങ്ങിയത്. ഏകദേശം 15 വർഷത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗീത മാഡം നമ്മുടെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ 15 വർഷത്തോളം ഹയർ സ്റ്റഡീസിന് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട്ടിൽ നിന്നുള്ള ദിനേശ് സാർ, അവരോട് സഹകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പ്രമുഖ ഉദ്ദേശം കുട്ടികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം കണ്ടെത്തി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ നാട്ടുകാരുടെ സഹകരണമുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ഈ OG ടാൻഡത്തിന് വെറും ട്യൂഷൻ സെന്റർ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 10 മണി മുതൽ 4 മണി വരെ ഈ സ്ഥാപനം ഫ്രീ ആണ്. നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും കോഴ്സുകൾ നൽകിക്കൊണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പല കോഴ്സുകളും പഠിച്ചതിന് ശേഷം സ്വന്തം സ്ഥാപനം തുടങ്ങാനും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും സാധിക്കും. ഈ അടുത്തിടെയായി ഞാൻ രണ്ടത്താണിയിൽ ക്രസന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ആഡ് ഓൺ പ്രോഗ്രാമായ ഏതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട്, പല വിദ്യാഭ്യാസത്തിന് നമ്മൾ പലപ്പോഴും ബാംഗ്ലൂർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് പകരമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോട്ടയ്ക്കൽ പരിസരത്ത് രണ്ടത്താണിയിൽ ഒരു സ്ഥാപനം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ബാച്ച് വീട്ടമ്മമാർക്ക് ഒരു 15 കുട്ടികൾ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിരുന്നു. ആ 15 കുട്ടികളും ഇപ്പോൾ പ്ലേസ്മെന്റ് ആയി ജോലി ലഭിച്ചു. എല്ലാവരും വിവാഹിതരായ ആളുകളാണ്. അവർക്ക് ആ 15 പേർക്കും ജോലി ലഭിച്ചു. അപ്പൊ ആ ജോലി ലഭിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്കും അതുപോലെ നമ്മൾ ആരോഗ്യ മേഖല രണ്ടത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാനാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗങ്ങൾ നമ്മുടെ ഈ കോളേജിന്റെ അതുപോലെ ട്യൂഷൻ സെന്റർ ഭാഗങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം. നമ്മുടെ മക്കൾക്ക് ഇത് എന്നും നയിക്കും നാളത്തേക്ക് ഒരു പ്രയോജനം തന്നെയാണ്. നാളത്തെ ഒരു നല്ലൊരു വാഗ്ദാനമാണ് ഈ കോളേജ്, ഈ OG ടാൻഡം. അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ മൊത്തത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. ആദ്യം ഈ ചാനൽ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ എല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നോടി ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മുടെ എല്ലാ ക്ലാസ് റൂമുകളും AC ആണ്. അതായത് കുട്ടികൾക്ക് എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ മനസ്സ് നമ്മുടെ സമാധാനത്തോട് ഇരുന്നുകൊണ്ട് പഠിക്കുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായുള്ള ക്ലാസ് റൂമുകളൊക്കെ AC ആണ്. നമ്മുടെ വീഡിയോയിൽ അത് എല്ലാവരും കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. പോവാൻ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ OG ടാൻഡം കല്ലിങ്ങൽപ്പറമ്പിലെ ട്യൂഷൻ സെന്ററിലാണ് ഇപ്പം ഉള്ളത്. ഇവിടെ ഒരു പാരൻസിന്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു.
അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റൂം എല്ലാം എയർ കണ്ടീഷനാണ്, AC ആണ്. അപ്പൊ നമ്മുടെ പിഞ്ചോമനകൾക്ക് ഏത് ക്ലൈമറ്റിലും നല്ല സമാധാനത്തോടു കൂടി പഠിക്കാനുള്ള സംവിധാനമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഷോപ്പിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഫുഡിനായിക്കോട്ടെ എല്ലാ കാര്യത്തിനും നമുക്ക് എത്ര കാശ് ചിലവഴിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നമുക്ക് എപ്പോഴും അനുയോജ്യമായ ഒരു സ്ഥാപനം തന്നെയാണ് OG ടൈം കല്ലിങ്ങൽപ്പറമ്പ് ട്യൂഷൻ സെന്റർ. ആ സർഫുദ്ദീൻ ഉണ്ട് ഇവിടെ. സർഫുദ്ദീൻ ക്ലാസ് റൂം മേലേക്ക് പോയി. എങ്ങനെ തികച്ചും എല്ലാം എയർ കണ്ടീഷൻ ആയിട്ടുണ്ടല്ലേ? ആ, നമ്മുടെ OT ടൈം ക്യാമ്പിലെല്ലാം സജീവമായി ഇവിടുത്തെ എല്ലാ വർക്കുകൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണ് നമ്മുടെ തമിഴ്നാട്ടുകാരനാണ് സഹോദരൻ. എന്താ പേര്? ശേഖർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മേലേക്ക് പോയേക്കട്ടാ. ഇങ്ങനെ പോയേക്കാം. ഇവിടെ ഒരുപാട് നല്ല വിശാലമായ സൗകര്യങ്ങളും എയർ കണ്ടീഷനോട് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്ലാസ് റൂം ഉണ്ട് കേട്ടോ, പോയേക്കാം. യെസ്, അപ്പോൾ OG ടൈമിന്റെ ഇവിടെ മേലെയുള്ള ക്ലാസ് റൂം നിങ്ങളൊന്ന് കാണിക്കട്ടാ. കണ്ടില്ലേ, സംഭവം നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ടീച്ചേഴ്സൊക്കെ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് OG ടാൻഡം ട്യൂഷൻ സെൻറ്റർ കല്ലിങ്ങൽപ്പറമ്പിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ഗീതാ മേഡത്തിനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അതിനെക്കുറിച്ചൊന്ന് നമുക്ക് അറിയാൻ കഴിയും. മേഡത്തിനോട് നമുക്കൊന്ന് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ടാൻഡം എന്ന് പറയുന്നത് സത്യത്തില് ഒരു വേർഡല്ല. ടാലന്റഡ് ആൻഡ് നീഡ്ഫുൾ ട്രെയിനിങ് ഫോർ ദി എന്തൂസിയാസ്റ്റിക്കലി മോട്ടിവേറ്റഡ് വൺസ് എന്ന് പറയുന്നതിന്റെ അബ്രിവിയേഷനാണ്, ചുരുക്കെഴുത്താണ് ടാൻഡം. അതായത് നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലേ, നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാം വ്യത്യസ്തരാണ്, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് എന്ന് പറയുന്ന ഒരാശയം, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടാൻഡത്തിന്റെ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്താ പറയുക, അവർക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ട്രെയിൻ ചെയ്തെടുത്ത മെന്റർ ടീച്ചേഴ്സിന്റെ ഒരു ഹെൽപ്പോട് കൂടി അവർക്ക് ഏറ്റവും നന്നായിട്ട് പാഠ്യഭാഗങ്ങൾ മനസ്സിലാകത്തക്ക വിധത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ടാൻഡത്തിന്റെ ക്ലാസ്സുകൾ. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ വെറും ഒരു ട്യൂഷന് നിങ്ങളുടെ കുട്ടിയെ ചേർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ടാൻഡം അല്ല അതിന് പറ്റിയ സ്ഥാപനം. നിങ്ങളുടെ കുട്ടിക്ക് അവന്റെ വ്യക്തിഗത ശ്രദ്ധ, ഇൻഡിവിജ്വൽ കെയറും അറ്റൻഷനും കിട്ടിക്കൊണ്ട് അവന്റെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടിയെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോയ്സ് നമ്മളുടെ സ്ഥാപനമായിരിക്കും, OG ടാൻഡം ആയിരിക്കും. ഇത് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടിയും രക്ഷിതാവും സ്ഥാപനവും ഈക്വലായിട്ട് സഹകരിച്ചു കൊണ്ട് പോകുന്ന ഒരു കൃത്യമായ ഹോം ആക്ടിവിറ്റി ട്രാക്കിംഗ് സിസ്റ്റത്തിലൂടെ പോകുന്ന പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി എഡ്യൂക്കേഷൻ മേഖലയിൽ, അതിൽ തന്നെ 10 വർഷത്തിലേറെ പല സ്കൂൾസിലും കോളേജിലും പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിച്ച ഒരു പ്രവർത്തന പരിചയത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പല വിദ്യാഭ്യാസ വിദഗ്ധരോടും സംസാരിച്ചിട്ടും പല ഇന്റർനാഷണൽ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തിട്ടും ഒക്കെ കിട്ടിയ പല ആശയങ്ങളുടെ വെളിച്ചത്തിലും എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നമ്മളുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരുന്നു ഇന്നത്തെ ഈ ദിവസങ്ങൾ നടത്തപ്പെട്ടത്. അതായത് ഫൗണ്ടേഷൻ പ്രോഗ്രാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, 2020 വന്ന കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം, കൊറോണ എന്ന് പറയുന്ന പാൻഡമിക് ഞാൻ പറയും ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയാണ്.
അത് സ്റ്റിൽ, അതായത് പ്രത്യക്ഷമായും പരോക്ഷമായും ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണെന്ന് ഞാൻ ആ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് അവര് ചെറിയ ക്ലാസ്സുകളിൽ കിട്ടേണ്ട പാഠഭാഗങ്ങൾ പോലും കൃത്യമായിട്ട് കിട്ടാത്ത ഒരു, അതായത് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ വിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്കൂൾസ് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രക്ഷിതാക്കൾ അവരുടെ കൂടെ ഇരുന്ന് മാക്സിമം അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി അവർ ചെറിയ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടിയിരുന്ന, പ്രത്യേകിച്ചും അന്ന് 2-ലോ 3-ലോ 4-ലോ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾക്ക് കിട്ടേണ്ട അടിസ്ഥാന പാഠങ്ങളുണ്ട്, പ്രത്യേകിച്ചും കണക്കിന്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെയുള്ള, അതായത് ഗുണിക്കാനോ ഹരിക്കാനോ അല്ലെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ നമ്മൾ പല ക്ലാസ്സുകളിലും, പ്രത്യേകിച്ച് 10th-ലും +1-ലും +2-ലും ഒക്കെ ഈ ഒറ്റ കാലത്തായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ വേദന ഉളവാക്കിയ സംഭവങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, കുട്ടികൾ കുട്ടി നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല്, അപ്പുറത്തെ വീട്ടിലെ ബീരാങ്കാക്കാന്റെയും ദാമോദരേട്ടന്റെയും കുട്ടി എവിടേക്ക് പോകുന്നു അവിടേക്കാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഒരു കാരണവശാലും ഏതൊരു രക്ഷിതാവും കുട്ടിയും പിന്നെ അധ്യാപകനും തമ്മിൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി രക്ഷപ്പെടുള്ളൂ. നമ്മൾ ഭയങ്കര തിരക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പല സ്ഥലങ്ങളും പ്രസംഗിക്കുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. പക്ഷെ എന്താ, മക്കൾക്ക് വേണ്ടി സ്വന്തം പിതാവിന് ഒരു 10 നിമിഷം ചെലവഴിക്കാൻ സമയമില്ല. അതുപോലെ മകൾക്ക് വേണ്ടിയില്ല. 6ന്റെ 7ന്റെ ഒന്നും അറിയാത്ത 10ാം ക്ലാസ് വരെ പണ്ട് നമുക്കറിയാം, അടി കിട്ടിയിട്ട് 10ഉം 16 വരെ പഠിച്ചിരുന്നു. ഇന്ന് അടിച്ചാ പ്രശ്നം. 101 ആയിരത്തോളം എന്തൊക്കെ ചൈൽഡ് ലൈനിലൊക്കെ വിളിച്ചു പറയണം. അതുകൊണ്ട് അധ്യാപകർ എന്താ ഒരിക്കലും ഒന്നിനും നിൽക്കില്ല. പക്ഷെ അടി എന്നുള്ള സംഭവമല്ല, കുട്ടികളെ ഇരുത്തി സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ, ഞാൻ ഈ നാട്ടുകാരനാണ്. നമ്പർ വേണമെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ എന്ത് സമയത്തും കൂടെ ഉണ്ടാവും. രാവിലെ സമയത്തോടെ വന്നു പോകും. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിന് ഉപകാരമുള്ള, നമ്മുടെ രാജ്യത്തിന് ഉപകാരമുള്ള ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉപകാരമാകുന്ന, നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരമുള്ള ഒരു ജനസമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി ഞാനൊരു ഏകദേശം സന്തോഷത്തോടെ പറയുന്നത്, കേരളത്തിൽ 148 സ്റ്റാഫിന് ജോലി എടുക്കുന്ന സ്ഥാപനം എൻ്റെ കയ്യിലുണ്ട്, കേരളത്തിൽ കേരള. അത് എന്തുകൊണ്ട്, ഞാനൊരു സംവിധാനം തുടങ്ങി അതിലൂടെ കുറേ ആളുകളെ ക്രിയേറ്റ് ചെയ്തു. 148ഓളം സ്റ്റാഫുകൾ എൻ്റെ കീഴിൽ കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പോഴും ഈ ബാക്കിൽ ഇരിക്കുന്ന ഒരു 15 കുട്ടികൾ നമ്മളെ സ്ഥാപനത്തിൽ കോഴ്സ് ഒക്കെ കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. എൻ്റെ രണ്ടത്താണി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ പഠിച്ച ഒരു 3 മാസം കോഴ്സ് കഴിഞ്ഞ് ഇവർക്ക് 15 പേരും പ്ലേസ്ഡ് ആയി. മനസ്സിലായില്ലേ? ഞാൻ പറയാൻ കാര്യം വെച്ചാല്, അവരുടെ വീട്ടിലെ രക്ഷിതാക്കളും അതുപോലെ ഭർത്താക്കന്മാരും സമ്മതിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്ന്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ട്യൂഷൻ മാത്രമല്ല, ഈ 10 മണി കഴിഞ്ഞാൽ ഈ സ്ഥാപനം 4 മണി വരെ ഫ്രീ ആണ്. ഈ നാട്ടുകാർക്ക് വളരെ കുറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും കൊടുക്കുക എന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മള് ഈ നാട്ടിലെ ആളുകളൊന്ന് സഹകരിച്ചുകൊണ്ട്, മിനിമം ഒന്നുമില്ല, ഈ കമ്പ്യൂട്ടർ നോളജെങ്കിലും വെറുതെ ചെറിയൊരു എമൗണ്ടിന് കൊടുത്തുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോളജ് ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം, ഇന്നൊരു സാധനം ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാം അറിയണം. അപ്പൊ അതും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഈ നാട്ടുകാരുടെ സഹകരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 98 95 66 53 96 98 95 66 5396. സമീർ എന്നല്ല പേര് കേട്ടോ. എന്താ ഫോണത്തിലേക്ക് വാട്സപ്പിൽ എന്ത് ചെയ്താൽ മതി, വോയിസ് ഇട്ടാൽ മതി. നിങ്ങളെ കുട്ടികളെ എന്ത് പ്രശ്നം എന്നോട് അവതരിപ്പിക്കുക. കാരണം ഞാൻ നാട്ടുകാരനായതുകൊണ്ടാണ് ഇങ്ങോട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ OG ടാൻഡം ട്യൂഷൻ സെന്റർ കല്ലേൽ പറമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതോ ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ടില്ല, അങ്ങനല്ലേ? കോഴ്സൊക്കെ പഠിച്ചിട്ട് ഇവിടെ ജോലി കിട്ടിയ 12 കുട്ടികളുണ്ട് ഇവിടെ. അവരോടൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ചോദിക്കാം, അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. പറഞ്ഞോളൂ. ഓൾറെഡി പ്ലേസ്ഡ് ആണ്. ഇപ്പോ സന്തോഷമുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് നമുക്ക് ക്രസന്റിൽ വന്നിട്ട് കോഴ്സ് എടുക്കാം. പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും വിരത്തിൽ വരാം. ഓക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ?
ഈ വീഡിയോ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾക്ക് നാളത്തേക്ക് ഒരു ഉപകാരമാവട്ടെ. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഇതിന് കിട്ടിയില്ലെങ്കിൽ വേറെ കോൺടാക്ട് നമ്പർ നമ്മൾ തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.